നമസ്കാരം, സ്വാഗതം. നിങ്ങൾ പങ്കുവച്ച കുറിപ്പുകൾ എന്റെ മുന്നിലുണ്ട്. അമേരിക്കൻ ചിന്തകനായ റാൽഫ് വാൾഡോ എമേഴ്സണെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ദ പോയറ്റ് എന്ന ഉപന്യാസത്തെക്കുറിച്ചും. അതെ. ഇത് വായിച്ചപ്പോഴെനിക്ക് തോന്നിയൊരു പ്രധാന കാര്യം, എമേഴ്സൺ ഒരു കവിയെ കാണുന്നത് വെറുമൊരു എഴുത്തുകാരനായിട്ടല്ല, അല്ലല്ല. മറിച്ച് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരുതരം ഒരു ശക്തിയായിട്ടാണ്. ഒരു സൂപ്പർ ഹീറോയെപ്പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഹോ, വളരെ നല്ലൊരു തുടക്കമാണത്. ഈയൊരു ആശയത്തെ മുൻനിർത്തി നമുക്ക് ഓരോന്നായി പരിശോധിച്ചാലോ? തീർച്ചയായും. കാരണം ആ സൂപ്പർ ഹീറോ എന്ന ഉപമ എമേഴ്സന്റെ ആശയങ്ങളോട് വളരെ ചേർന്നു നിൽക്കുന്ന ഒന്നാണ്. ശരിയാണ്. അദ്ദേഹം കവിയെ കാണുന്നത് സാധാരണ മനുഷ്യരുടെ കാഴ്ചയ്ക്കപ്പുറം കാണാൻ കഴിവുള്ള, ഒരുപക്ഷെ ലോകത്തെ പുനർനിർമ്മിക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ്. അപ്പോ നിങ്ങളുടെ കുറിപ്പുകളിലെ ഓരോ ആശയത്തെയും നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. നമുക്ക് ആദ്യത്തെ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളുടെ കുറിപ്പുകളിലെ അടിസ്ഥാനപരമായ ചോദ്യം: ആരാണ് കവി? അതിൽ ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്ക് സിയർ അഥവാ ദീർഘദർശി എന്നാണ്. അതായത് എന്തോ ഒരു വിശേഷമായ കാഴ്ചപ്പാടുള്ള ഒരാൾ. അതെ, അവിടെയാണ് എല്ലാത്തിന്റെയും തുടക്കം. എമേഴ്സൺ അമേരിക്കൻ ട്രാൻസെൻഡന്റലിസം എന്നൊരു ചിന്താധാരയുടെ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ആളാണ്. ഓക്കേ. ലളിതമായി പറഞ്ഞാൽ അവർ വിശ്വസിച്ചിരുന്നത് നമ്മളീ കാണുന്ന ഭൗതിക ലോകം, ഈ മരങ്ങൾ, കെട്ടിടങ്ങൾ, നക്ഷത്രങ്ങൾ, ഇതെല്ലാം ഇതിലും വലിയൊരു ആത്മീയ സത്യത്തിന്റെ പ്രതീകങ്ങൾ മാത്രമാണെന്നാണ്. ഒരു മിനിറ്റ്, അതൊന്ന് വ്യക്തമാക്കാമോ? അപ്പോൾ നമ്മൾ കാണുന്നതൊന്നും യഥാർത്ഥ്യമല്ല എന്നാണോ? ഇത് ദ മെട്രിക്സ് സിനിമയിലെ പോലെയാണോ? ആ ഉപമ വളരെ കൃത്യമാണ്. ഏതാണ്ട് അത് തന്നെയാണ് എമേഴ്സൺ പറയുന്നത്. ആണോ? നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മരത്തെ മരമായി മാത്രം കാണുന്നു. പക്ഷെ കവിക്ക് ആ മരത്തിലൂടെ പ്രപഞ്ചത്തിന്റെ ഒരു ആത്മീയ സത്യം കാണാൻ കഴിയുന്നു. ഓരോ വസ്തുവും ഒരു വാതില് പോലെയാണ്. ആ വാതിൽ തുറന്ന് അകത്തെ യാഥാർത്ഥ്യം കാണാനുള്ള കഴിവാണ് കവിക്കുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സിയർ എന്ന് വിളിക്കുന്നത്. പുരാണത്തിലെ ലിൻസിയസ് എന്നൊരു കഥാപാത്രമുണ്ട്. ഭൂമിക്കടിയിലൂടെ വരെ കാണാൻ കഴിവുള്ളയാൾ. എമേഴ്സൺ കവിയുടെ കാഴ്ചയെ ഉപമിക്കുന്നത് കഴിവുമായാണ്. കൊള്ളാം. അപ്പോ കവിക്ക് ലോകത്തിന്റെ ഒരു എക്സ്റേ വിഷൻ ഉണ്ടെന്ന് പറയാം. അതെ അതെ. അങ്ങനെ ഒരു കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? വെറുതെ കണ്ടിരുന്നാൽ മതിയോ? നിങ്ങളുടെ കുറിപ്പുകളിൽ നാമകരണക്കാരൻ അല്ലെങ്കിൽ നെയ്മർ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണോ പ്രസക്തമാകുന്നത്? കൃത്യമായ ചോദ്യം. അവിടെയാണ് കവിയുടെ ജോലി ആരംഭിക്കുന്നത്. കണ്ടാൽ മാത്രം പോരാ, കണ്ടതിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ശരി. കവി ചെയ്യുന്നത് അങ്ങനെ പേര് നൽകുമ്പോ അതുവരെ നമ്മൾ കാണാതിരുന്ന ബന്ധങ്ങൾ നമുക്ക് കാണാൻ തുടങ്ങും. ഒരു ഉദാഹരണം പറയാമോ? ഇത് കേൾക്കാൻ കുറച്ച് അബ്സ്ട്രാക്റ്റായി തോന്നുന്നുണ്ട്. തീർച്ചയായും. ഇപ്പോ കാത്തിരിപ്പ് എന്ന വികാരത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഒരു കവി അതിനെ വേനൽക്കാലത്ത് മഴ കാത്തിരിക്കുന്ന ഉണങ്ങിയ പുഴ എന്ന് വിളിക്കുമ്പോൾ ആ വാക്കിന് പുതിയൊരു അർത്ഥതലം കൈവരുകയാണ്. ശരിയാണ്. പുഴയും കാത്തിരിപ്പും തമ്മിൽ നമ്മൾ ചിന്തിക്കാത്തൊരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെ വാക്കുകളിലൂടെ ലോകത്തെ പുനഃക്രമീകരിക്കുകയാണ് കവി ചെയ്യുന്നത്. ഇത് കൊള്ളാമല്ലോ. ഭാഷയെക്കുറിച്ചുള്ള ഭാഗം വന്നപ്പോഴാണ് നിങ്ങളുടെ കുറിപ്പുകളിലെ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരാശയം ഞാൻ ഓർത്തത്: ഫോസിൽ കവിത. ഫോസിൽ പോയട്രി. ആ വാക്ക് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ചില വാക്കുകളെക്കുറിച്ചാണ്. ഉദാഹരണത്തിന് ഡെഡ് ലൈൻ. ഒരു യുദ്ധത്തടവുകാരൻ ആ വര കടന്നുപോയാൽ വെടിവെക്കുമെന്ന് പറയുന്ന ഒരു യഥാർത്ഥ ലൈനായിരുന്നു അതെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളത് എത്ര ലാഘവത്തോടെയാണ് ഉപയോഗിക്കുന്നത്. എമേഴ്സൺ പറയുന്ന ആ കാവ്യാത്മകമായ തിളക്കം നഷ്ടപ്പെടുന്നത് ഇതാണല്ലേ? വളരെ മികച്ച ഉദാഹരണമാണത്. നിങ്ങൾ ആ ആശയത്തിന്റെ കാതൽ കൃത്യമായി പിടികൂടി. എമേഴ്സൺ പറയുന്നത് ഇതാണ്: നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഓരോ വാക്കും ഒരു കാലത്ത് ആരുടെയോ മനസ്സിൽ മിന്നിത്തെളിഞ്ഞൊരു ഉജ്ജ്വലമായ കവിതയായിരുന്നു. ശരിയാണ്. ഹൃദയം തകർന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ശക്തമായ രൂപകമായിരുന്നു. പക്ഷെ നിരന്തരമായ ഉപയോഗം കൊണ്ട് അതിന്റെ മൂർച്ചയും തിളക്കവും പോയി. അതൊരു ഫോസിൽ പോലെയായി. ജീവനില്ലാത്ത ഒന്ന്. അതെ, രൂപം ഇപ്പോഴുണ്ട്, പക്ഷെ ജീവനില്ല. ആധുനിക കവിയുടെ ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്ന് ഈ ഫോസിലുകളായി മാറിയ വാക്കുകളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പുതിയ വാക്കുകളും ഒരുതരം കവിതയാണെന്ന് പറയാമോ? ഇപ്പോൾ ടെക്നോളജിയിൽ നമ്മൾ ക്ലൗഡ് എന്ന് പറയുന്നു, ഡാറ്റ സൂക്ഷിക്കുന്നൊരു സ്ഥലത്തിന്. തീർച്ചയായും. യഥാർത്ഥ മേഘങ്ങളുമായി അതിന് പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ എവിടെയും ലഭ്യമാകുന്ന ഭൗതികമല്ലാത്ത ഒരിടം എന്ന ആശയമതിലുണ്ട്. അല്ലെങ്കിൽ ഒരു വീഡിയോ വൈറലാകുന്നു എന്ന് പറയുന്നത് അതൊരു പുതിയ കാവ്യരൂപകമല്ലേ? തീർച്ചയായും.
എമേഴ്സൺ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇതിനെ വലിയ ആവേശത്തോടെയാകും കണ്ടിരിക്കുക. ഓരോ തലമുറയും അവരുടെ അനുഭവങ്ങളെ വിവരിക്കാൻ പുതിയ രൂപകങ്ങൾ കണ്ടെത്തുന്നു. ഭാഷയെ ഒരു മ്യൂസിയത്തിലെ വസ്തുവായി കാണരുത്, മറിച്ച് എപ്പോഴും ജീവനുള്ള വളരുന്ന ഒന്നായി കാണാനാണ് എമേഴ്സൺ പറയുന്നത്. ആ വളർച്ചയ്ക്ക് വളമിടുന്നവരാണ് കവികൾ. ഓക്കെ, അപ്പോൾ കവിക്കൊരു പ്രത്യേക കാഴ്ചയുണ്ട്. ആ കാഴ്ച ഉപയോഗിച്ച് അവർ ഭാഷയെയും ലോകത്തെയും പുനർനിർമ്മിക്കുന്നു. ഇത് കലയെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണ ധാരണകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. തികച്ചും. നിങ്ങളുടെ കുറിപ്പുകളിൽ പറയുന്ന ആസ്വാദനത്തിന്റെ വിധികർത്താക്കളെ, അല്ലെങ്കിൽ അംപയേഴ്സ് ഓഫ് ടേസ്റ്റിനെ എമേഴ്സൺ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ആരാണിവർ? ഇന്നത്തെ കാലത്ത് നിരൂപകരാണോ? അതെ, അന്നത്തെയും ഇന്നത്തെയും നിരൂപകരെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എല്ലാവരെയുമല്ല. ആരെയാണ്? കലയെ ചില നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം അളക്കുന്നവരെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. എമേഴ്സന്റെ കാഴ്ചപ്പാടിൽ ഇവർ കലയുടെ ഉപരിപ്ലവമായ നിയമങ്ങൾ പഠിച്ചവരാണ്, പക്ഷേ സൗന്ദര്യത്തെ അനുഭവിക്കാനോ അതിന്റെ ഉറവിടം കണ്ടെത്താനോ ഉള്ള കഴിവവർക്കില്ല. പക്ഷേ ഒരു സംശയം, കലയ്ക്ക് നിയമങ്ങളും നിലവാരമൊന്നും വേണ്ടേ? ആർക്കും എന്തും എഴുതിയിട്ട് ഇതു മഹത്തായ കലയാണെന്ന് പറയാൻ പറ്റുമോ? നല്ല ചോദ്യമാണ്. എമേഴ്സൺ നിയമങ്ങൾക്ക് പൂർണ്ണമായും എതിരല്ല. പക്ഷേ അദ്ദേഹം ചോദിക്കുന്നത് ആ നിയമങ്ങൾ എവിടെ നിന്നു വരുന്നു എന്നാണ്. ശരി. ജീവസുറ്റൊരു ആത്മാവിൽ നിന്നും വരുന്ന സൗന്ദര്യത്തെ പഴയതും വരണ്ടതുമായ നിയമങ്ങൾ വെച്ച് അളക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥ കല അതിന്റെ നിയമങ്ങളെ സ്വയം സൃഷ്ടിക്കും. അവിടെയാണ് നിങ്ങളുടെ കുറിപ്പുകളിലെ അടുത്ത കട്ടിയുള്ള ആശയം വരുന്നത്. മീറ്റർ മേക്കിംഗ് ആർഗ്യുമെന്റ്, അഥവാ സ്വന്തം രൂപം നിർമ്മിക്കുന്നൊരു വാദം. ഇത് കേൾക്കാൻ കുറച്ച് സങ്കീർണമാണ്. അതെ. പക്ഷേ കുറിപ്പുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതാണ്. ചിന്തയാണ് ഇവിടെ താരം, വാക്കുകളോ വൃത്തമോ അല്ല. ഒരു പുഴ ഒഴുകുമ്പോൾ അതിന്റെ വഴി സ്വയം കണ്ടെത്തുന്നതുപോലെ ശക്തമായൊരാശയം അതിനു വേണ്ട രൂപം തനിയെ ഉണ്ടാക്കിയെടുക്കും. എന്റെ ഈ വായന ശരിയാണോ? പൂർണ്ണമായും ശരിയാണ്. ആ പുഴയുടെ ഉപമ ഏറ്റവും മികച്ചതാണ്. ഒരു ശില്പി പുറത്തുനിന്ന് കല്ലിലൊരു രൂപം കൊത്തിയുണ്ടാക്കുന്നു. എന്നാൽ എമേഴ്സന്റെ കവിതയില് രൂപം ചിന്തയുടെ ഉള്ളിൽ നിന്ന്, അതിന്റെ ജീവനിൽ നിന്ന് ഒരു ചെടി മുളച്ചു പൊങ്ങുന്നതുപോലെ സ്വയം വളർന്നുവരുന്നതാണ്. ആശയം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം മനോഹരവുമായിരിക്കും അതിന്റെ രൂപം. കൊള്ളാം. അപ്പോൾ കവി ഒരു ദീർഘദർശിയാണ്. ഭാഷയെ പുനരുജ്ജീവിപ്പിക്കുന്നവനാണ്. സ്വന്തം നിയമങ്ങളുണ്ടാക്കുന്നവനാണ്. ഇതെല്ലാം എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? വായനക്കാരായ നമുക്ക് ഇതുകൊണ്ടെല്ലാമുള്ള ആത്യന്തികമായ പ്രയോജനമെന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിമോചനം, ലിബറേഷൻ. വിമോചനമോ? അതെ, അതാണ് കവി മനുഷ്യരാശിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. ഒരു കവിത വായിച്ചാൽ ഒരാൾ എങ്ങനെയാണ് സ്വതന്ത്രനാവുന്നത്? വിമോചകനായ ദൈവം എന്നൊക്കെ നിങ്ങളുടെ കുറിപ്പുകളിൽ പറയുന്നുണ്ടല്ലോ. ഇതൊരു അതിശയോക്തിയായി തോന്നുന്നില്ലേ? ആ പ്രയോഗം കേൾക്കുമ്പോൾ തീർച്ചയായും ഒരു അതിശയോക്തി തോന്നാം. പക്ഷേ എമേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് നമ്മുടെ ഈ ലോകം, ഈ യാഥാർത്ഥ്യം മാത്രമാണ് ആകെയുള്ളത് എന്നാണ്. ശരിയാണ്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ കാണുന്ന ഈ ലോകം സാധ്യമായ ആയിരക്കണക്കിന് ലോകങ്ങളിൽ ഒന്നു മാത്രമാണ്. അദ്ദേഹം നമുക്ക് പുതിയ കണ്ണുകൾ തരുന്നു. അതെങ്ങനെയാണ് പ്രായോഗികമാകുന്നത്? ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ജോലി, നമ്മൾ അതിനെ വെറുമൊരു വരുമാന മാർഗമായി കാണുന്നു. കവി വന്ന് അതിലെ കവിതയെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു മരപ്പണിക്കാരന്റെ ജോലിയിൽ ഒരു വനം മുഴുവൻ പുനർജനിക്കുന്നത് കവി കാണിച്ചു തരുന്നു. നമ്മൾ ചിഹ്നങ്ങളാണ്, ചിഹ്നങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് എമേഴ്സൺ പറയും. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യവും, ജോലി, മരണം, അതിലും വലിയൊരു ആശയത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഇത് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ നമ്മുടെ പരിമിതികളിൽ നിന്ന്, ഭയങ്ങളിൽ നിന്ന് സ്വതന്ത്രരാവുന്നു. അതാണ് വിമോചനം. അപ്പോൾ ചുരുക്കത്തിൽ കവി നമ്മുടെ കാഴ്ചയെ മാറ്റി, ഭാഷയെ മാറ്റി, അതുവഴി നമ്മുടെ ചിന്തയുടെ അതിരുകളെ ഇല്ലാതാക്കി നമ്മളെ സ്വതന്ത്രരാക്കുന്നു. എമേഴ്സന്റെ കവിയെന്ന സൂപ്പർ ഹീറോയുടെ ദൗത്യം അതാണ്. അതെ, പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും നാടകീയമായൊരു അന്ത്യമുണ്ട്. അതെന്താണ്? ഇത്രയുമൊക്കെ ആദർശപരമായി കവിയെക്കുറിച്ച് സംസാരിച്ച ശേഷം ആ ഉപന്യാസത്തിൽ ഒരിടത്ത് എമേഴ്സൺ വളരെ വിഷാദത്തോടെ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ വിവരിക്കുന്ന കവിയെ ഞാൻ വെറുതെ തിരയുന്നു. അവിശ്വസനീയം. അപ്പോൾ ഇത്രയും ഗംഭീരമായ ഒരു ആശയത്തെ രൂപപ്പെടുത്തിയ ശേഷം അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണോ അദ്ദേഹം പറയുന്നത്? അതെ,
താൻ വിവരിച്ച ആ ഉന്നതമായ ആദർശം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു കവിയെയും തന്റെ കാലത്ത് കണ്ടെത്താനായില്ല എന്നൊരു ആഴത്തിലുള്ള നിരാശ അതിലുണ്ട്. അപ്പോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉപന്യാസം നിലവിലുള്ള ഏതെങ്കിലും കവിയെക്കുറിച്ചുള്ള ഒരു വിവരണമല്ല, മറിച്ച് അങ്ങനെ ഒരു പുതിയ കലാകാരൻ, ഒരു പുതിയ മനുഷ്യൻ ഉയർന്നു വരാനുള്ള ഒരു പ്രവാചകതുല്യമായ ആഹ്വാനമാണ്. അത് ഭാവിയെക്കുറിച്ചുള്ളൊരു സ്വപ്നമാണ്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം എമേഴ്സന്റെ ആ നിരാശ നമ്മളെയും ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എവിടെയാണ് ആ മഹാനായ കവി എന്ന് ചോദിക്കുന്നതിനു പകരം എമേഴ്സൺ നമുക്കായി അവശേഷിപ്പിക്കുന്ന ചോദ്യം ഒരുപക്ഷെ മറ്റൊന്നായിരിക്കാം, അല്ലേ? തീർച്ചയായും. വിവരങ്ങളും ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞ ഈ ഡിജിറ്റൽ ലോകത്ത് നമുക്കോരോരുത്തർക്കും എങ്ങനെ ഒരു കവിയുടെ കണ്ണുകളോടെ കാണാൻ പഠിക്കാം? നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയിൽ, നമ്മുടെ മനുഷ്യബന്ധങ്ങളിൽ ആ മറഞ്ഞിരിക്കുന്ന പ്രതീകാത്മക ഭാഷ എങ്ങനെ കണ്ടെത്താനാകും? അതൊരു നല്ല ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ വിട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള സംഭാഷണം അവസാനിപ്പിക്കുന്നു.